ഹലോ ഗൈസ്, മലയാള സിനിമയിൽ ഒരുപാട് മികച്ച ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയ വർഷമാണ് 2025. കലാമൂല്യമുള്ളതും അതുപോലെ തന്നെ വാണിജ്യപരമായ ഒരുപാട് സിനിമകൾ ആ കൊല്ലം പുറത്തിറങ്ങുകയുണ്ടായി. ഏകദേശം 50ഓളം ചലച്ചിത്രങ്ങളാണ് ആ കൊല്ലം പ്രദർശനത്തിനെത്തിയത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ചില സിനിമകളാണ് അൻവർ റഷീദ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായെത്തിയ രാജമാണിക്യവും വിനയൻ സംവിധാനം ചെയ്ത അത്ഭുത ദീപവുമെല്ലാം. മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച എൻ്റർടൈനുകളായ കൊച്ചി രാജാവും പാണ്ടിപ്പടയും തൊമ്മനും മക്കളും 2005 തന്നെയാണ് റിലീസായത്. മലയാളികൾക്ക് വേറിട്ടൊരു സിനിമാനുഭവം സമ്മാനിച്ചൊരു സിനിമയായിരുന്നു കലാഭവൻ മണി, പൃഥ്വിരാജ്, മനോജ് കെ ജയൻ പ്രധാന വേഷത്തിലെത്തിയ അനന്തഭദ്രം. ഈ പറഞ്ഞ സിനിമകളല്ലാതെ ഒരുപാട് നല്ല സിനിമകളും ആ കൊല്ലം പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച തന്മാത്ര, സാധാരണക്കാരൻ്റെ വേഷത്തിലെത്തിയ മമ്മൂട്ടി ചിത്രം രാപ്പകൽ, പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപി എത്തിയ ഭരത്ചന്ദ്രൻ IPS, വ്യത്യസ്തമായ വേഷത്തിൽ ദിലീപ് ഇറങ്ങേറിയ ചാന്തുപൊട്ട് എന്നിവയൊക്കെ. കലാഭവൻ മണി പ്രധാന വേഷത്തിലെത്തിയ ബെൻ ജോൺസണും ലോകനാഥൻ IASഉം ആ കൊല്ലം തന്നെയാണ് റിലീസായത്. ഇനി നമുക്ക് 2005 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് നേടിയവരെ കുറിച്ച് പരിചയപ്പെടാം. അക്കൊല്ലത്തെ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റാരെയുമല്ല, ബ്ലസ്സി ചിത്രമായ തന്മാത്രയിലൂടെ മികച്ച അഭിനയം കാഴ്ചവെച്ച മോഹൻലാലായിരുന്നു ആ കൊല്ലത്തെ ബെസ്റ്റ് ആക്ടർ. മികച്ച നടിക്കുള്ള അവാർഡ് ആ കൊല്ലം സൈറ എന്ന സിനിമയിലൂടെ നവ്യ നായർക്കായിരുന്നു. മികച്ച സംവിധായകനായി ബ്ലസ്സിയെ തിരഞ്ഞെടുക്കപ്പെട്ടു, ചിത്രം തന്മാത്ര. മികച്ച ക്യാമറാമാനായി സന്തോഷ് ശിവൻ, ചിത്രം അനന്തഭദ്രം. നവാഗത സംവിധായകനുള്ള അവാർഡ് റോഷൻ ആൻഡ്രൂസിനായിരുന്നു, ചിത്രം ഉദയനാണ് താരം. സപ്പോർട്ടിംഗ് ആക്ടറായി സലീം കുമാറിനെയും സപ്പോർട്ടിംഗ് ആക്ട്രസായി ഭാവനയുമാണ് തിരഞ്ഞെടുത്തത്. ആ കൊല്ലത്തെ മികച്ച സംഗീത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് MG രാധാകൃഷ്ണനായിരുന്നു. അനന്തഭദ്രം എന്ന ചിത്രത്തിന് വേണ്ടി ഒരുക്കിയ സംഗീതത്തിനായിരുന്നു അവാർഡ്. ഇനിയും ഇതുപോലുള്ള മനോഹരമായ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.